ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് തേങ്ങ വറുത്തരച്ച വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 7 പച്ചമുളകും 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ചട്ടിയിലേക്ക് ഇടാം. പിന്നെ പുളിവെള്ളവും ഒഴിക്കട്ടോ. പിന്നെ പുളിവെള്ളത്തിൻ്റെ കൂടെ ഒന്നും കൂടെ അത് പിഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിക്കുക. തക്കാളിയും പച്ചമുളകും മുങ്ങി കിടക്കാനുള്ള വെള്ളം, വെണ്ടയ്ക്കയും കൂടി വേവിക്കാനുള്ള വെള്ളം ചട്ടിയിൽ ഒഴിക്കട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടുക. പാകത്തിന് ഉപ്പ് ഇടട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് പുതിയൊരു തുടക്കക്കാരത്തിയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അങ്ങനെ ഒരാളാണ്. പിന്നെ ഞാൻ 1 മുറി തേങ്ങയാണ് കേട്ടോ ഇതിൽ എടുത്തിരിക്കണത്. പിന്നെ അപ്പോൾ തക്കാളിയും മസാലയൊക്കെ വെന്തപ്പോൾ നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇനി വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് തേങ്ങ വറക്കാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ എടുത്തിക്കണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഒരു 5 ചെറിയ ഉള്ളിയും 1 ടീസ്പൂണും പെരിഞ്ചീരകവും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചൂടായ ചട്ടിയിലേക്ക് തേങ്ങ വറുക്കാൻ വെക്കുക. എന്നിട്ട് അതിൽ നമുക്ക് തേങ്ങ വറക്കട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. കറിവേപ്പില ഇട്ടിട്ട് തേങ്ങ വറുത്ത് കേട്ടോ. അപ്പോൾ ഈ പാകം മതി. തേങ്ങ അത്യാവശ്യം നല്ല വറുക്കണം. വറുത്ത് നമുക്കിതൊരു മിക്സിയിൽ ജാറിലിട്ടിട്ട് അരക്കുക. അപ്പോഴത്തേന് വെണ്ടക്ക നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ച വെണ്ടക്കൊക്കെ വെന്ത വെണ്ടക്കയിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കുക. അതിൽ കൂടെ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് പാകത്തിന് കറിയായിട്ട് ഇതാക്കുക. നല്ല ലൂസ് കറി അല്ലേനു, എന്നാൽ ഒരു ഒഴിച്ച് കറിൻ്റെ ലെവലിൽ അങ്ങനെ നല്ലൊരു ഇത്. എന്നിട്ട് ഇനി ഇത് അധികം കൂടുതൽ തിളക്കണ്ട കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൂടുതൽ തിളക്കൊന്നും വേണ്ട, വെന്തതല്ല, തേങ്ങ ഒക്കെ വറുത്തതായതുകൊണ്ട് വെന്തതല്ല. ഒന്ന് തിള വന്നാൽ നമുക്ക് അത് അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കാം. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാൻ വെക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറി റെഡിയായി. ഇത്ര പണിയുള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി. പിന്നെ ചോറ്റിൽക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്യാവശ്യം എരിവൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ കാണണേ, എല്ലാ വീഡിയോസും കാണണം. ഇനിയും ഞാൻ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൂമിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കാം നമുക്ക്. ഓക്കേ.